ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കൊല്ലങ്കോടാണ്. ഹലോ എവരി വൺ, കിയാറ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു വൺ ഡേ ട്രിപ്പാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ പാലക്കാട്. വെൽക്കം ടു ലിവിംഗ് മല്ലു. നിങ്ങൾ തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഹൈലൈറ്റ് ഈ ടണലാണ്, കുതിരാൻ ടണൽ. സൗത്ത് ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് 6 ലൈൻ റോഡ് ടണലാണ് കുതിരാൻ ടണൽ. ഇതിലൂടെയുള്ള ഡ്രൈവ് അടിപൊളിയാണ്. നല്ല സ്മൂത്ത് ഡ്രൈവ് ആണ്, ഫാസ്റ്റായിട്ട് സഞ്ചരിക്കാം, നല്ല റോഡുമാണ്. അങ്ങനെ നമ്മുടെ പാലക്കാടൻ യാത്ര ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. പോകുന്ന സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് രാവിലെ എണീറ്റ് നമ്മൾ നേരെ പോകുന്നത് കൊല്ലങ്കോടേക്കാണ്. കുറച്ച് ദിവസം പാലക്കാട് നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് വൺ ഡേ ട്രിപ്പേ പറ്റുള്ളൂ. കാരണം ഇന്ന് തന്നെ തിരിച്ച് തൃശ്ശൂരേക്ക് പോകണം. ഇനി ന്യൂസിലാൻഡിലേക്ക് തിരിച്ചു പോകാൻ അധികം ദിവസമില്ല. ആകാശം ചെറിയ കാർമേഘങ്ങളാൽ മൂടിയിരിക്കുന്നു. മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മുന്നോട്ട് പോകും തോറും സൂര്യൻ്റെ വെളിച്ചം വന്നുകൊണ്ടിരുന്നു. ചെറിയൊരു തണുപ്പും ഫോഗും ഉണ്ട്. അതിൻ്റെ കൂടെ ഗ്രാമത്തിൻ്റെ ഭംഗിയും കൂടെ ആകുമ്പം സൂപ്പർ വൈബാണ്. പണ്ടെങ്ങോ കണ്ടു മറന്ന ഗ്രാമീണ കാഴ്ചകളും ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. വണ്ടി ഓടിച്ച് പോകുന്ന റൂട്ടുകളൊക്കെ നല്ല സീനിക് റൂട്ടാണ്. എവിടെ നോക്കിയാലും ഗ്രീനറിയും ചെറിയ വില്ലേജുകളും നല്ല ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് നമുക്ക് വണ്ടി ഓടിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ റോഡുകളാണ്. റോഡിലൊക്കെ നല്ല കുഴികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചോടിക്കണം. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ താമരപ്പാടം. ഇവിടെ വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇഷ്ടംപോലെ വണ്ടികൾ പാർക്ക് ചെയ്യാം. നേരത്തെ വന്നുകൊണ്ട് 1-2 വണ്ടികളെ ഇവിടെ ഉള്ളൂ. 20 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ്. 2 പേർക്കുള്ള ടിക്കറ്റ് നമ്മളെടുത്തു. ഇനി നേരെ ഫീൽഡിലേക്ക് ഇറങ്ങിയാണ്. ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ ഒരുപാട് ഹാപ്പി ആക്കുന്നതും പിന്നെ വൗ അടിപ്പിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. അതുപോലെ ഒരുപാട് സമാധാനവും തരുന്ന അറ്റ്മോസ്ഫിയർ. നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഒരു ക്ലാസിക് കേരളത്തിൻ്റെ വ്യൂ ഉണ്ടല്ലോ, അത് നമുക്കിവിടെ കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് താമരപ്പാടത്താണ്, പാലക്കാടുള്ള താമരപ്പാടം. പഴയ സിനിമകളിലും ചില വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ക്ലാസിക് പാലക്കാടൻ വ്യൂ ഒരു രക്ഷയില്ല, അടിപൊളി. നെല്ലിയാമ്പതി മലനിരകളുടെ ഫുട് ഹിൽസിലാണ് കൊല്ലങ്കോട് സ്ഥിതി ചെയ്യുന്നത്. അതും കേരള തമിഴ്നാട് ബോർഡറിൻ്റെ അടുത്ത് പാലക്കാട്. പണ്ട് ഇതിനെ വേങ്ങനാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോഴും ഒരുപാട് ഹിസ്റ്ററിയും നേച്ചറിൻ്റെ സൗന്ദര്യവും നല്ല കൾച്ചറും അതിലുപരി നല്ല ഭംഗിയും എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കൊല്ലങ്കോട്. നമ്മുടെ മുന്നിൽ നല്ല മനോഹരമായ നെൽപ്പാടങ്ങൾ, അതിൻ്റെ പുറകിൽ ഒരുപാട് തെങ്ങും തോപ്പുകളും പിന്നെ അങ്ങ് ദൂരെ വലിയ മലകളും. അതിങ്ങനെ മൂടൽമഞ്ഞിൽ ഒളിച്ചിരിക്കുകയാണ്. അതൊരു മിസ്റ്റീരിയസ് ഫീലിംഗും തരുന്നുണ്ട്. ചെറിയൊരു തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റ് വീശുന്നു. അതിങ്ങനെ നമ്മുടെ മുഖത്തും ദേഹത്തൊക്കെ തട്ടിപ്പോകുമ്പോൾ നല്ല സുഖമുണ്ട്. അതിൻ്റെ കൂടെ ഇത്ര ഭംഗിയുള്ള സ്ഥലവും ഈ അറ്റ്മോസ്ഫിയറും ഒരു രക്ഷയില്ല, മാജിക്കൽ ഫീലാണ്. പിന്നെ ഇവിടെ അനേകം പൂക്കൾ ഒരു നട്ടുവെച്ചിട്ടുണ്ട്. അതും ഈ പാടത്തിൻ്റെ ഭംഗി കൂട്ടുന്നു.
വയലിൻ്റെ നടുക്ക് ഒരു ആനയുടെ പ്രതിമയും വെച്ചിട്ടുണ്ട്. അതും ഒരു അട്രാക്ഷൻ തന്നെയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നത് എത്ര നേരം ഇവിടെ നിൽക്കാമെന്നാണ്. കാരണം നമുക്കിവിടെ ഒരു ദിവസം നിന്നാൽ പോലും ഇത് നമുക്ക് മടുക്കത്തില്ല. ഈ കാഴ്ചയും അറ്റ്മോസ്ഫിയറും അതുപോലെ ഭംഗിയും ഒരു കാംനെസ്സുമാണ് ഇവിടെ. കൊല്ലങ്കോട് ഇപ്പം നല്ല പോപ്പുലർ ഡെസ്റ്റിനേഷനാണ്. കേരളത്തിലുള്ളവർക്കും കേരളത്തിന് പുറത്തുനിന്നും ആൾക്കാർ ഇവിടെ ഒരുപാട് വരുന്നുണ്ട്. എന്നിട്ടും ഒരുപാട് ആൾക്കാർ പോകാത്ത സ്ഥലങ്ങൾ പാലക്കാടും കൊല്ലങ്കോടും എല്ലാം ഉണ്ട്. പിന്നെ ഒരുപാട് തിരക്കും കാണുന്നില്ല. ഇനി അവധി സമയം അല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും കൊല്ലങ്കോട് വന്ന പ്യുവർ കേരള ചാം നിങ്ങൾക്ക് കാണാം. എന്നാൽ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഈ മനോഹരമായ അന്തരീക്ഷത്തിൽ കുറച്ചു നേരം നടക്കാം. താമരപ്പാടത്തുനിന്ന് ഇറങ്ങാൻ സമയമായി. കുറേ മണിക്കൂറുകൾ നമ്മളിവിടെ നിന്നു. പോകാൻ മടിയുണ്ട്, പക്ഷേ നല്ല വിശപ്പുണ്ട്. അതിൻ്റെ കൂടെ 1-2 കാഴ്ചകളൂടെ കണ്ടിട്ട് തിരിച്ച് തൃശ്ശൂരേക്ക് പോകേണ്ടതാണ്. വെളുപ്പിനെ ഇറങ്ങിയാണ്, നന്നായിട്ട് വിശക്കുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഒരു ഫേമസ് കടയിലാണ്. അത് പറഞ്ഞപ്പോഴേക്കും പലർക്കും മനസ്സിലായി കാണും സ്ഥലം ഏതാണെന്ന്. ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു ചായക്കടയാണ്. ഒരുപാട് വീഡിയോകളിലും പിന്നെ കേരള ടൂറിസത്തിൻ്റെ വെബ്സൈറ്റ് വരെ ഈ ചായക്കട മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് അവിടെ തന്നെ കയറി കളയാം എന്ന് നമ്മൾ തീരുമാനിച്ചു. ഇവിടെ എത്തിയപ്പോൾ ഒരു പ്രധാന പ്രശ്നം പാർക്കിംഗ് ഇല്ല. എല്ലാവരും റോഡ് സൈഡിലൊക്കെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ എന്തൊരു കല്യാണം നടക്കുന്നതുകൊണ്ട് റോഡ് സൈഡ് മൊത്തം ഫില്ലായി. പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി ഒരു യൂട്ടേണൊക്കെ എടുത്ത് തിരിച്ചു വന്നു. വരുന്ന വഴിയിൽ നല്ല കള്ള് ഷാപ്പും കണ്ടു. അങ്ങനെ ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കടയുടെ മുന്നിൽ ഒരു ബസ്സിൻ്റെ പുറകെ നമ്മൾ വണ്ടി ഇട്ടു. നല്ല ഭംഗിയുള്ള കൊച്ചു കട. ആ ഒരു ആംബിയൻസിൽ പഴയ മലയാള സോങ്ങൊക്കെ ഇട്ടേക്കുന്നു. അപ്പം തന്നെ ഒരു വൈബാണ്. പിന്നെ നല്ല ഫുഡിൻ്റെയും ചായയുടെയൊക്കെ ഒരു മണമുണ്ട്. ഇരുന്ന് കഴിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടും തിരക്കായതുകൊണ്ടും നമ്മൾ ഫുഡ് മേടിച്ചുകൊണ്ട് പോകാൻ തീരുമാനിച്ചു. ഇഡലിയും സാമ്പാറും ചട്നിയും പിന്നെ വടയും. ഈ ഒരു ഏരിയയും കടയും അന്തരീക്ഷമൊക്കെ ഒരു നൊസ്റ്റാൾജിക് വൈബ് നമുക്ക് തരും. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടിരിക്കുന്നത്. അങ്ങനെ പൊതിഞ്ഞെടുത്ത ഫുഡുമായിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകണം. സീതാർകുണ്ട് വാട്ടർഫോൾ കാണാനാണ് പോകുന്നത്. ഇപ്പോൾ അവിടെ എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് അറിയത്തില്ല. മൺസൂൺ സമയത്താണ് സംഭവം കിടിലം. ആ സമയത്ത് പോകാനാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത്. പോകുന്ന വഴിക്കാണ് ഒരു ചെറിയ ക്യൂട്ട് അമ്പലവും ഒരു ആൽത്തറയൊക്കെ ഉണ്ടത്. നല്ല ഭംഗിയുള്ളൊരു അന്തരീക്ഷമായിട്ട് തോന്നി. അവിടെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു. ഈ കാഴ്ചകളൊക്കെ കഴിച്ചുകൊണ്ടാണ് അറിയത്തില്ല, ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു അവിടെ നിന്ന് കഴിക്കാൻ. പിന്നെ നല്ല ഫുഡുമായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നേരെ വാട്ടർഫോളിലേക്ക് പോകാം. പാർക്കിങ്ങിൽ നിന്നും ഒരു 15-20 മിനിറ്റ് നടക്കാനേ ഉള്ളൂ വാട്ടർഫോളിലേക്ക്.
അങ്ങോട്ട് നടന്ന് പോകുമ്പോഴുള്ള വ്യൂ ഒക്കെ നല്ല മനോഹരമാണ്. പിന്നെ വലിയ പാടില്ല നടക്കാനൊന്നും, ഒരുപാട് കയറ്റവും കുത്തിനുള്ള ഇറക്കമൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്കിവിടെ നടന്നെത്താം. അവിടെ എത്തിയപ്പോൾ ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ആയി. വെള്ളം കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട്. പക്ഷെ മൺസൂൺ സമയത്ത് നന്നായി കുത്തി ഒലിച്ചൊഴുകുന്ന ഒരു വാട്ടർഫോളാണിത്. കുറച്ച് ഡേഞ്ചറുമായിട്ടുള്ള വാട്ടർഫോളാണ്. അതുകൊണ്ട് ആ സമയത്ത് കുറച്ചുകൂടെ കോഷ്യസ് ആയിരിക്കണം. അധിക നേരം നമ്മളിവിടെ നിന്നില്ല, കുറച്ച് മുന്നോട്ട് നടന്നു, പിന്നെ പതിയെ തിരിച്ചിറങ്ങി വന്നു. അതിരപ്പള്ളി വാട്ടർഫോളിൽ കണ്ട പോലെ തന്നെ ഒരു മോശമായ കാഴ്ച ഇവിടെ ഉണ്ട്. അത് ഈ യൂസ്ഡ് നാപ്പീസ് ഇവിടെ എല്ലാം വലിച്ചെറിയുന്നതാണ്. അതിരപ്പള്ളി വാട്ടർഫോൾ കാണാൻ പോയപ്പോഴും നമ്മൾ പലയിടത്തും ഇത് കണ്ടു. മിക്ക പാറക്കല്ലിൻ്റെ ഇടയ്ക്കും സൈഡിലും ഒക്കെ ആയിട്ട് ഉപയോഗിച്ച പല പല ബ്രാൻഡുകളുടെ നാപ്പീസ് വലിച്ചെറിഞ്ഞിരിക്കുന്നു. എന്തിനാണോ ഇതൊക്കെ ഇവിടെ ഇടുന്നത്? തിരിച്ചവർക്ക് വീട്ടിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ അതെല്ലാം റബ്ബിഷ് ബിന്നിൽ ഇട്ടാൽ പോരെ. അങ്ങനെ സീതാർകുണ്ട് വാട്ടർഫോളിൻ്റെ പാവം വെർഷൻ നമ്മൾ കണ്ടിട്ട് തിരിച്ചിറങ്ങുകയാണ്. ഇനി നമ്മൾ തൃശ്ശൂരേക്ക് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്കാണ് 1-2 ലൊക്കേഷൻസ് ഉള്ളത്. പക്ഷേ സമയക്കുറവുകൊണ്ട് ഈ 2 നടക്കാൻ കുറവുള്ള ഒരെണ്ണം ഞങ്ങൾ സെലക്ട് ചെയ്തു. 1-2 സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലം കൂടാണിത്. പിന്നെ നല്ല വ്യൂ ഉള്ള സ്പോട്ടുമാണ്. പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പല സ്ഥലങ്ങളും നിർത്തും. വേറൊന്നിനുമല്ല, നല്ല കാഴ്ചകൾ കാണാനും ഗ്രാമഭംഗി ആസ്വദിക്കാനും അവിടുത്തെ ജീവിതങ്ങളൊക്കെ കാണാനൊക്കെയാണ്. നല്ല അടിപൊളി നെൽപ്പാടങ്ങളാണ് പലയിടത്തും. അതിൻ്റെ ഇടയിൽ ആൾക്കാർ ഇന്ന് ജോലി ചെയ്യുന്നു, പിള്ളേരൊക്കെ ഓടിക്കളിക്കുന്നു, ചിലർ അവിടെ നിന്ന് ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ നിർത്തി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ കാണാം. അതുകൊണ്ട് ഡ്രൈവ് നമ്മൾ ഒരിക്കലും മടുക്കത്തില്ല. അങ്ങനെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നു. പാർക്കിങ്ങിൽ നിന്നും ഇത്തിരി നടക്കാനുണ്ട് മലയുടെ മുകളിലോട്ട്. സൂര്യൻ എപ്പോഴും ഒളിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് കട്ടി വെയിലില്ല, നടക്കാൻ പറ്റിയ അന്തരീക്ഷം തന്നെ. പക്ഷെ മഴ പെയ്യായിരുന്നാൽ മതി. നല്ല കാലാവസ്ഥയായതുകൊണ്ട് നമ്മൾ സുഖമായിട്ട് നടന്നു കയറി. ഇതാണ് വാമല പല്ലാവൂർ ശ്രീ മുരുകൻ ടെമ്പിൾ. വാമല മുരുകൻ ടെമ്പിൾ എന്നും പറയാറുണ്ട്. പാലക്കാടുള്ള പല്ലാവൂർ വില്ലേജിലാണിത്. ഇതിൻ്റെ ചുറ്റും നല്ല നെൽപ്പാടങ്ങളും നല്ല ഗ്രീനറിയും പിന്നെ ദൂരെ നെല്ലിയാമ്പതി മലകളും കാണാം. അടിപൊളി ലൊക്കേഷനാണ്. താഴെ വരെ നമുക്ക് വണ്ടി ഓടിച്ചെടുത്താം, പാർക്കിംഗ് ഉണ്ട്. പിന്നെ ഒരു 10 മിനിറ്റ് നടന്നു കയറിയാൽ മതി. ഭയങ്കര പാടുള്ള നടത്തൊന്നുമല്ല, സിമ്പിളായിട്ട് നടന്നു കയറാം. ചിലർ ബൈക്കൊക്കെ ഓടിച്ച് മുകളിലോട്ട് കയറുന്നത് കണ്ടു. അത് അലൗഡാണോ അറിയത്തില്ല, പക്ഷേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടുള്ള കയറ്റമല്ല, നമുക്ക് നടന്നു കയറാവുന്നേ ഉള്ളൂ. മുകളിൽ നിന്നുള്ള കാഴ്ച ഇതാണ്, അടിപൊളിയാണ്. പിന്നെ കുഞ്ഞിരാമായണം മൂവിയുടെ ക്ലൈമാക്സ് ലൊക്കേഷൻ ഇതായിരുന്നു. ഈ അമ്പലവും ഇതിൻ്റെ അടുത്തുള്ള മരവും എല്ലാം ഭയങ്കര ഫോട്ടോജനിക്കാണ്. നല്ല അടിപൊളി ലൊക്കേഷൻ. മുകളിൽ നിന്നുള്ള കാഴ്ചയും ഒരു രക്ഷയില്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. വെറുതെ അല്ല ഇത് ഫേമസ് ആയതും സിനിമയുടെ ഒക്കെ ലൊക്കേഷൻ ആയതും. നല്ല വെതറാണ്, ഒരുപാട് ചൂടുമില്ല, ഒരു തണുത്ത കാറ്റും ഉണ്ട്, നല്ല കാഴ്ചകളും. അതുകൊണ്ട് കുറച്ച് മണിക്കൂറുകൾ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. ഓരോരോ സൈഡിൽ പോയി ഞങ്ങൾ നിന്നു, അവിടെ ഇരുന്നു, കുറേ നേരം അവിടെ നിന്ന് കഥകൾ പറഞ്ഞു, കാഴ്ചകളൊക്കെ നന്നായി എൻജോയ് ചെയ്തു. ഇവിടെ ഇരിക്കുമ്പം പാലക്കാട് നിന്ന് തിരിച്ചു പോകാൻ തോന്നില്ല, പക്ഷേ പോയല്ലേ പറ്റൂ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ച് ന്യൂസിലൻഡിലേക്ക് പോകണം. അതൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. നല്ല മനോഹരമായ ദിവസമായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഗ്രേറ്റ് ടൈം ഇവിടെ കിട്ടി. പാലക്കാട് കുറേ ദിവസം നിൽക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഈ ഗ്രാമങ്ങളുടെയൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവിടുത്തെ ലൈഫും കാഴ്ചകളൊക്കെ കാണാനും നല്ല ആഗ്രഹമുണ്ട്. നമ്മൾ വീഡിയോസിലും സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ള വീടുകളും കുളങ്ങളും അരുവികളും ഇതൊക്കെ കാണണമെന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് കാണാനുള്ള സമയം ഇപ്പോൾ ഇല്ല. പണ്ടേ ഇവിടെയൊക്കെ വന്ന് കറങ്ങേണ്ടതായിരുന്നു, ഇപ്പോൾ തോന്നുന്നുണ്ട്. അങ്ങനെ അവസാനം നമുക്ക് പാലക്കാടിനോട് യാത്ര പറയാനുള്ള സമയമായി. ഒരു ഫണ്ണി തിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ നിന്ന് ഇറങ്ങി വണ്ടി എടുത്തപ്പം തന്നെ മഴ പെയ്യാൻ തുടങ്ങി. രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴ ഇങ്ങനെ ഇപ്പം പെയ്യെന്നും പറഞ്ഞിരുന്നിട്ട് നമ്മൾ പോകുന്നിടം വരെ വെയിറ്റ് ചെയ്തു. എല്ലാം കണ്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞ് വണ്ടിയിലിറങ്ങി പോയപ്പം ഒരൊറ്റ പെയ്യൽ. അങ്ങനെ ഈ മഴയത്ത് ഒരുപാട് നല്ല കാഴ്ചകൾ കണ്ടതിൻ്റെയും ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ട് നമ്മൾ തിരിച്ച് തൃശ്ശൂരേക്ക് പോവുകയാണ്. തിരിച്ചു പോകുന്നതും കുതിരാൻ ടണലിലൂടെയാണ്.
പാലക്കാട് ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. മറ്റൊരിക്കൽ ഇനി അതെല്ലാം പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പാലക്കാടിനോട് യാത്ര പറഞ്ഞു. പറ്റുവാണെങ്കിൽ നിങ്ങളും പാലക്കാട് പോകണം, ഒരുപാട് സ്ഥലങ്ങൾ കാണണം, ഒരിക്കലും മിസ് ചെയ്യരുത് പാലക്കാട്. 1-2 ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങൾ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. അങ്ങനെ നമ്മുടെ 1 ഡേ പാലക്കാടൻ സഞ്ചാരം ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ വീഡിയോ കണ്ടതിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റിൽ പറയാൻ മറക്കരുത്. നന്ദി, നമസ്കാരം. ലിവിങ് മല്ലു.